പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിത്യകല്യാണി ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇടുന്നത്. നിത്യകല്യാണി ചെടി പണ്ട് പറമ്പിലുണ്ടായിരുന്ന ചെടിയാണ്. ഇന്ന് നമ്മൾ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാൻ നിത്യകല്യാണി ചെടി ഉപയോഗിക്കുന്നു. ഈ നിത്യകല്യാണി ചെടി ചെറിയൊരു കമ്പെടുത്ത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ ചെടി നട്ട് വളർത്താം. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ ഒരു കമ്പ്, അത് മൊട്ടുള്ള കമ്പ് തന്നെ കട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൽ പൂ വിരിയും. അതിനുശേഷം മണലും കുറച്ച് മണ്ണും പിന്നെ കുറച്ച് കോഴിമുട്ടേൻ്റെ പൊടിയും അതിലിട്ടിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഈ നിത്യകല്യാണി ചെടി നടുന്നത്. നിത്യകല്യാണി ചെടി പണ്ട് പറമ്പിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് അത് ഗാർഡനായിട്ട് എല്ലാവരും സെറ്റ് ചെയ്യുന്നു. ഈ നിത്യകല്യാണി ചെടിക്ക് ഉള്ള മറ്റു പേരുകളാണ് ശവക്കോട്ടപ്പച്ച, ഉഷമലരി എന്നെല്ലാം ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ് ഈ നിത്യകല്യാണി ചെടി. തേള് കടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് പുരട്ടിയാൽ അപ്പം തന്നെ അത് മാറുമെന്നാണ് പറയുന്നത്. ഈ നിത്യകല്യാണി ചെടി എപ്പോഴും പൂ വിരിയുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് നിത്യകല്യാണി എന്ന് പറയുന്നത്. വർഷം മുഴുവൻ ഇതിൽ പൂക്കൾ ഉണ്ടാകും. ഈ നിത്യകല്യാണി ചെടി ഒരുപാട് ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ചാൽ ഏത് സമയവും പൂക്കൾ വിരിയും. അതുപോലെ അതിൻ്റെ ആ താഴെ നട്ട ഭാഗത്ത് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മണ്ണമർത്തി കൊടുക്കണം. പിന്നെ പഴയ നിത്യകല്യാണി ചെടീനെ ഒന്ന് മണ്ണിളക്കി കൊടുക്കണം. അതിൽ ആ കട്ട് ചെയ്ത ഭാഗത്ത് ഒരുപാട് ശിഖരങ്ങൾ വീണ്ടും വരും. നിത്യകല്യാണി ചെടീൻ്റെ വൈറ്റ് നിത്യകല്യാണി ചെടിയാണിത്. രക്തസമ്മർദ്ദത്തിനും ഈ നിത്യകല്യാണി ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു ഔഷധ ചെടിയായും നമുക്ക് വീട്ടിൽ നട്ടു വളർത്താം. നിത്യകല്യാണി ചെടി എല്ലാവരും വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. ബാൽസം പ്ലാന്റ് പോലെ ഒരുപാട് പൂക്കൾ ഈ നിത്യകല്യാണി ചെടിയിലുണ്ടാകും. ഒരുപാട് നിത്യകല്യാണി ചെടിയിൽ നട്ടുവെച്ച് ഏത് സമയം പൂക്കൾ വരും. ഈ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.